ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2024 PSC മലയാളത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നമ്മൾ PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? അപ്പോൾ നമുക്ക് പദങ്ങൾ ഏതാന്ന് നോക്കാം. അടിമത്തം, ഐച്ഛികം, ആജാന, ബാഹു. ഏതൊക്കെയാണ്? അടിമത്തം, ഐച്ഛികം, ആജാന, ബാഹു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഒന്ന് മാത്രം. അതായത് അടിമത്തം. അടിമത്തമാണ് ശരിയായ വാക്ക്. അപ്പോൾ ഐച്ഛികവും ആജാനബാഹുവും തെറ്റാണ്. ഐച്ഛികവും ആജാനബാഹുവും എങ്ങനെയാണ് ശരിയായിട്ട് എഴുതണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഐച്ഛികത്തിന് 2 ചായില്ലേ, അതാണ് എഴുതേണ്ടത്, ഐച്ഛികം. അപ്പോൾ ഇതാണ് കറക്റ്റ്. ആജാനബാഹു അല്ല, ആജാനുബാഹു. എങ്ങനെയാണ്? ആജാനുബാഹു, അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏത്? താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏത്? നമുക്ക് അപ്പോൾ ഒന്ന് തന്നിരിക്കുന്ന വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു. പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. കുട്ടിയെ പഠിക്കാത്തതിന് അധ്യാപകൻ ശകാരിച്ചു. അപ്പോൾ ഇതിലേത് വാക്യമാണ് ശരി? ഒന്ന് നോക്കിക്കേ നിങ്ങൾ. അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു, അത് ശരിയാണോ? അല്ല, അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു എന്നുള്ളത് തെറ്റാണ്. പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു, ഇതും തെറ്റാണ്. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു, അതായത് ആര് ശകാരിച്ചു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏത്? താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏത്? അപ്പോൾ ശൈലി നമുക്കൊന്ന് വായിക്കാം. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. എന്താണ്? ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിവർത്തനം ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. ചെറിയ വെള്ളത്തുള്ളികൾ ശക്തമായ സമുദ്രത്തെ സൃഷ്ടിക്കുന്നു. പല തുള്ളി പെരുവെള്ളം. പയ്യെ തിന്നാൽ പനയും തിന്നാം. ചെറിയ വെള്ളത്തുള്ളികൾ ചേർന്നാൽ വലിയ സമുദ്രം. അപ്പോൾ നമ്മൾ മിക്കവരും പോകുന്നത് ചെറിയ വെള്ളത്തുള്ളികൾ ചേർന്നാൽ വലിയ സമുദ്രം, അല്ലെങ്കിൽ ചെറിയ വെള്ളത്തുള്ളികൾ ശക്തമായ സമുദ്രത്തെ സൃഷ്ടിക്കുന്നു, ഇതിലോട്ടായിരിക്കാം മിക്കവരും പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, പല തുള്ളി പെരുവെള്ളം. എന്താണ്? പല തുള്ളി പെരുവെള്ളം എന്ന ശൈലിയുടെ ഇംഗ്ലീഷ് തർജ്ജിമയാണ് ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. ഈ മലയാളത്തിലുള്ളൊരു പ്രത്യേകത, ഈ തർജ്ജിമയ്ക്കുള്ളൊരു പ്രത്യേകതയാണ്, നമ്മൾ ആ വേർഡ്സ് കൂട്ടി നോക്കി വായിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമല്ലായിരിക്കും അതിൻ്റെ മലയാള വിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കേണ്ടതാണ്. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ എന്നതിൻ്റെ മലയാള വിവർത്തനം എന്താണ്? പല തുള്ളി പെരുവെള്ളം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായ പദമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായ പദമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ചലം. അപ്പോൾ പർവ്വതത്തിൻ്റെ പര്യായ പദം ഏതൊക്കെയാണ്? ഗിരി, നഗം, ശൈലം. ഗിരി, നഗം, ശൈലം എന്നിവയാണ് പർവ്വതത്തിൻ്റെ പര്യായ പദം. അപ്പോൾ ചലത്തിൻ്റെ പര്യായ പദം നോക്കണ്ടേ? ചലം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഉണ്ടാകുന്ന, അതായത് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന വ്രണത്തിൽ ഒരുതരം പഴുപ്പുണ്ടാവില്ലേ, അതിനെയാണ് ചലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജംഗമം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? ജംഗമം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, സ്ഥാവാരം ആണ് ജംഗമം എന്ന വാക്കിൻ്റെ വിപരീതം. അപ്പോൾ നമ്മൾ ജംഗമം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജംഗമം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അനക്കാൻ കഴിയുന്നത്. അനക്കാൻ കഴിയുന്നത് എന്നതാണ് ജംഗമം എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ സ്ഥാവാരം എന്ന പദത്തിൻ്റെ അർത്ഥം എന്തായിരിക്കും?
അനക്കാൻ സാധിക്കാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? ഏതൊക്കെയാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ്? കർഷകി, കർഷിക, കർഷിണി, കർഷക. അപ്പോൾ ഇതിൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഏറ്റവും കൂടുതൽ മാച്ചായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, കർഷക. കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? കർഷക. കൈയാടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്ത്? കൈയാടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്ത്? ഓപ്ഷൻ ബി, പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെ? വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ എ, വിൻ പ്ലസ് തലം. വിൻ പ്ലസ് തലമാണ് വിണ്ടലം. എങ്ങനെയാണ്? വിൻ പ്ലസ് തലം ആണ് വിണ്ടലം. വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതാനായിട്ട് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇപ്പം തന്നെ പഠിച്ചു പോവുക. വിൻ പ്ലസ് തലമാണ് വിണ്ടലം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കഞ്ഞത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏത്? കഞ്ഞത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, കഞ്ഞ നേർമിഴി. കഞ്ഞ നേർമിഴിയാണ് കഞ്ഞത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദമല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി, തെരുവ്. അങ്ങാടി, കമ്പോളം, ആപണകം ഇവയൊക്കെ സമാന പദങ്ങളാണ്. അങ്ങാടി, കമ്പോളം, ആപണകം എന്നിവയൊക്കെ സമാന പദങ്ങളാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട്. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, കാറ്റുള്ളപ്പോൾ തൂറ്റണം. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്നതാണ് സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? എന്തൊക്കെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്? പാണി മുതൽ പാദം വരെ, പാണിയും പാദവും, പാണിയുടെ പാദം, പാണിയിൽ പാദം. അപ്പം നമുക്കിത് കാണുമ്പോൾ കൺഫ്യൂഷൻസ് വരും അല്ലേ? പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, പാണിയും പാദവും. പാണിയും പാദവും എന്നാണ് പാണിപാദം എന്ന പദം വിഗ്രഹിക്കുമ്പോൾ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി, അധ്യാപകർ. അധ്യാപകർ എന്നതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം. സ്വാമികൾ, ജ്യോത്സ്യർ, വൈദ്യർ എന്നിവയൊക്കെ പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ പൂജക ബഹുവചനം എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. പൂജക ബഹുവചനം എന്ന് പറയുന്നത് ബഹുമാനത്തിനെ കുറിക്കുന്നതാണ്. അതായത് ബഹുമാനം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അവർ ഒറ്റയല്ല, അത് ബഹുവചനം തന്നെയാണ്. അപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് ഒറ്റ, അതായത് ഏകവചനമായിട്ട് തോന്നും, പക്ഷെ അവർ ബഹുവചനം തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയേ. സ്വാമികൾ, ജ്യോത്സ്യർ, വൈദ്യർ ഒരാളാണെന്നല്ലേ നമുക്ക് തോന്നുള്ളൂ. അതൊക്കെ ഒരു ബഹുമാനം കൊടുത്ത് നമ്മൾ പറയുന്നതല്ലേ, സ്വാമികൾ, വൈദ്യർ, ജ്യോത്സ്യർ എന്നൊക്കെ. അതാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന അധ്യാപകർ എന്നതില്ലേ, അത് അലിംഗ ബഹുവചനമാണ്. അതായത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് ലിംഗം ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്? അളി, ഭ്രമരം, മധുപം, ഭൃംഗം. ഉത്തരം ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് അളി, ഭ്രമരം, മധുപം, ഭൃംഗം എന്നിവയെല്ലാം വണ്ടിൻ്റെ പര്യായ പദങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏത്?
താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏത്? ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? യാദൃച്ഛികം, അതിഥി, അനുഗ്രഹീതൻ, അഞ്ജലി. അപ്പോൾ ഇതിലേതാണ് ശരിയായ പദം? ഓപ്ഷൻ സി അനുഗ്രഹീതൻ. അനുഗ്രഹീതൻ എന്നതാണ് ശരിയായ പദം. അപ്പോൾ ബാക്കിയുള്ള പദങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. യാദൃച്ഛികം. യാദൃച്ഛികം എങ്ങനെ എഴുതുന്നത്? 2 ചാവരില്ലേ? കുറച്ച് മുമ്പ് നമ്മളൊരു വേർഡ് പഠിച്ചില്ലേ? ഏതായിരുന്നു ആ വേർഡ്? ഐച്ഛികം. ഐച്ഛികം എങ്ങനെ എഴുതിയത്? ഇച്ഛ. 2 ച ഉണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെ യാദൃച്ഛികത്തിനും 2 ചായാണ് ഉള്ളത്. അതിഥി. അതിഥി. അതിഥി എന്ന് എഴുതുമ്പോൾ തായാണ് നടുക്ക് വരുന്നത്. ആ തി തി. അഞ്ജലി. അഞ്ജലിക്ക് എങ്ങനെയാണ്? അ ഞ ജ ലി. എങ്ങനെയാണ്? അഞ്ജലി. ഞ ആണ് ആദ്യം വരുന്നത്, ജായല്ല. അഞ്ജലി എങ്ങനെയാണ് വരുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിരിച്ചെഴുതുക, വിണ്ടലം. പിരിച്ചെഴുതുക, വിണ്ടലം. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് റിപ്പീറ്റായിട്ട് ഒന്നുകൂടി ചോദിച്ചിട്ടുണ്ട്. വിണ്ടലം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? വിൺ പ്ലസ് തലം. വിൺ പ്ലസ് തലമാണ് വിണ്ടലം. അപ്പോൾ നിങ്ങളിതൊരു ബുക്കിൽ എഴുതി വയ്ക്കുക. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ചേർത്തെഴുതുക, കൽ പ്ലസ് മതിൽ. കൽ പ്ലസ് മതിൽ ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ ബി കന്മതിൽ. അപ്പോൾ കൽ പ്ലസ് മതിൽ ചേർത്തെഴുതുമ്പോൾ വരുന്ന വേർഡാണ് കന്മതിൽ. ഇൽ മാറി ഇന്നാവും കേട്ടോ. കൽ പ്ലസ് മതിൽ കന്മതിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പ്രയോജനമില്ലാത്ത വസ്തു, അത്യാവശ്യമുള്ള വസ്തു, വിലപിടിപ്പുള്ള വസ്തു, നാശകരമായ വസ്തു. ഇതിൽ ഏതാണ് ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം? ഉത്തരം ഓപ്ഷൻ എ പ്രയോജനമില്ലാത്ത വസ്തു. പ്രയോജനമില്ലാത്ത വസ്തു എന്നാണ് ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിപരീത പദം എഴുതുക. വിപരീത പദം എഴുതുക, ഉന്മീലനം. ഉന്മീലനത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻസിൽ ഏതൊക്കെ തന്നിരിക്കുന്നത്? ഉന്മൂലനം, നിമീലനം, ആലാപനം, അപഗ്രഥനം. അപ്പോൾ ഉന്മീലനം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ ബി നിമീലനം. നിമീലനം എന്നതാണ് ഉന്മീലനം എന്ന പദത്തിൻ്റെ വിപരീത പദം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റപ്പദം എഴുതുക. ഒറ്റപ്പദം എഴുതുക, അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ എ ജിജ്ഞാസു. ജിജ്ഞാസു എന്നതാണ് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ന വാക്കിൻ്റെ ഒറ്റപ്പദം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റപ്പദത്തിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ വേർഡ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എഴുതി വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കുലം, കൂലം. 2 വാക്കുകൾ വന്നിട്ടുണ്ട്. കുലം, കൂലം. ശരിയായ അർത്ഥജോഡി ഏത്? കുലം, കൂലം എന്നിവയുടെ ശരിയായ അർത്ഥജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ എ വംശം, തീരം. കുലം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വംശമെന്നും കൂലം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തീരം എന്നുമാണ്. കുലം വംശം, കൂലം തീരം. കുലം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഏത് കുലത്തിൽപ്പെട്ടത്? ഉന്നത കുലം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ കുലം എന്ന് പറയുന്നത് വംശവും കൂലം എന്ന് പറയുന്നത് തീരവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജാമാതാവ് എന്ന പദത്തിൻ്റെ അർത്ഥം. ജാമാതാവ് എന്ന പദത്തിൻ്റെ അർത്ഥം അത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ? ഉത്തരം ഓപ്ഷൻ ഡി മരുമകൻ. മരുമകനെയാണ് നമ്മൾ ജാമാതാവ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ശരിയായ വാക്യമേത്? ശരിയായ വാക്യമേത്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാക്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരുകയും ചെയ്യും. ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും. ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരുകയും ചെയ്യും. ഞാൻ എത്ര താമസിച്ച് കിടക്കുകയോ കൃത്യമായി ഉണരുകയും ചെയ്യും. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം മനസ്സിലാവും. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും എന്നതാണ് ശരിയായ വാക്യം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. NOC നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇതിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദം. NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇതിന് തുല്യമായി ഉപയോഗിക്കാവുന്ന പദം ഓപ്ഷൻ ബി നിരാക്ഷേപ പത്രം.
അപ്പോൾ NOC അഥവാ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദമാണ് നിരാക്ഷേപ പത്രം. അലംഭാവം എന്ന പദത്തിൻ്റെ അർത്ഥം. അലംഭാവം എന്ന പദത്തിൻ്റെ അർത്ഥം ഓപ്ഷൻ എ മതിയെന്നുള്ള ഭാവം. മതിയെന്നുള്ള ഭാവമാണ് അലംഭാവം എന്ന പദത്തിൻ്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ആർദ്രം എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ആർദ്രം എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ഓപ്ഷൻ സി നനവുള്ള. നനവുള്ള എന്നതാണ് ആർദ്രം എന്ന പദത്തിൻ്റെ അർത്ഥം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി വിണ്ണാർ. കണ്ണീർ, തണ്ണീർ, വെണ്ണീർ എന്നിവയൊക്കെ ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ആദേശസന്ധി എന്ന് പറയുന്നത് എന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് ആ സ്ഥാനത്തേക്ക് മറ്റൊരു വർണ്ണം വന്നു ചേർന്ന് ഉണ്ടാകുന്ന സന്ധിയാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഋഷികളെ സംബന്ധിച്ച ഇതിൻ്റെ ഒറ്റപ്പദം. ഋഷികളെ സംബന്ധിച്ച ഇതിൻ്റെ ഒറ്റപ്പദം ഓപ്ഷൻ സി ആർഷ. സർക്കുലർ എന്ന പദത്തിനു പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം ഏത്? സർക്കുലർ എന്ന പദത്തിനു പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി പരിപത്രം. പരിപത്രം എന്നതാണ് സർക്കുലർ എന്ന പദത്തിനു പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. വൃദ്ധി എന്ന പദത്തിൻ്റെ വിപരീത പദമേത്? വൃദ്ധി എന്ന പദത്തിൻ്റെ വിപരീത പദമേത്? ഓപ്ഷൻ ഡി ക്ഷയം. വൃദ്ധി എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ക്ഷയം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ലോപസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക. ലോപസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ സി വന്നില്ല. വന്നില്ല എന്നതാണ് ലോപസന്ധിക്ക് ഉദാഹരണം. അപ്പോൾ നമുക്ക് എന്താണ് ലോപസന്ധി എന്ന് നോക്കാം. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം നഷ്ടപ്പെട്ടു പോയി ഉണ്ടാകുന്ന സന്ധിയാണ് ലോപസന്ധി എന്ന് പറയുന്നത്. ഇതൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നദി എന്ന പദത്തിന് സമാനമായ പദം. നദി എന്ന പദത്തിന് സമാനമായ പദം ഏതാണ്? ഓപ്ഷൻ എ വാഹിനി. വാഹിനി എന്നതാണ് നദി എന്ന പദത്തിന് സമാനമായ പദം. ശരിയായ പദം കണ്ടെത്തി എഴുതുക. ശരിയായ പദം കണ്ടെത്തി എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി തിരച്ചീനം. രണ്ട് ചായില്ല കേട്ടോ. അപ്പോൾ ഈ തിരച്ചീനം, ഐച്ഛികം, യാദൃച്ഛികം ഇങ്ങനെയുള്ള വേർഡ്സാണ് PSC ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇതൊരു ബുക്കിൽ തന്നെ എഴുതി വെച്ച് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ എ താങ്കൾ. താങ്കൾ എന്നതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഓപ്ഷൻ ബി ദിദൃക്ഷു. ദിദൃക്ഷു ആണ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം. അപ്പം നമുക്കിതിൻ്റെ ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കാം. പിപാസു. പിപാസു എന്ന് പറയുന്നത് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ആണ് പിപാസു. മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ എന്ന അർത്ഥം വരുന്നതാണ് മുമുക്ഷു. മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്നത് മുമുക്ഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്നതാണ് ബുഭുക്ഷു. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ദിദൃക്ഷു, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു, മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ മുമുക്ഷു, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ബുഭുക്ഷു. പ്രയോജക ക്രിയക്ക് ഉദാഹരണം. പ്രയോജക ക്രിയക്ക് ഉദാഹരണം ഓപ്ഷൻസ് നോക്കാം. കാണുന്നു, താഴുന്നു, ഓടിക്കുന്നു, കേൾക്കുന്നു. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ഓടിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം. ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം. ഈ ക്വസ്റ്റ്യന് നമുക്ക് ഓപ്ഷൻ പോലും വേണ്ട ആവശ്യമില്ല. നമ്മൾ കൊച്ചിലെ മുതൽ പഠിക്കുന്നതാണ്. ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം ഓപ്ഷൻ ഡി അവരോഹണം. ഏതാണ്? അവരോഹണം ആണ് ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം.
അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം നമുക്ക് ഒന്ന് ഓപ്ഷൻ വായിക്കാം. മറക്കുക, വെറുക്കുക, വീണ്ടും വീണ്ടും ഓർമ്മിക്കുക, പരിഹസിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ് അല്ലേ, ഓർമ്മകൾ അയവിറക്കുക, അല്ലെങ്കിൽ അവൾ ഓർമ്മകൾ അയവിറക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയും. അതിൽ തന്നെ നമുക്കിതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നതാണ്. അപ്പോൾ അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ സി, വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നതിനെയാണ് അയവിറക്കുക എന്ന് പറയുന്നത്. വിൻ പ്ലസ് സ്ഥലം ചേർത്തെഴുതിയാൽ. കണ്ടോ, ഇതിപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനിലും വന്നൊരു ചോദ്യമാണിത്. വിൻ പ്ലസ് സ്ഥലം ചേർത്തെഴുതിയാൽ. ഓപ്ഷൻ ബി, വിണ്ടലം. വിണ്ടലമാണ് വിൻ പ്ലസ് സ്ഥലം ചേർത്തെഴുതിയാൽ. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക. ഏതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കാം. അവൾ, മിടുക്കൻ, മകൾ, സമർത്ഥ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഉത്തരം ഓപ്ഷൻ ബി, മിടുക്കൻ. മിടുക്കൻ എന്നതാണ് പുല്ലിംഗ ശബ്ദത്തിന് ഉദാഹരണം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് PSC 2024 മലയാളത്തിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. എല്ലാം തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ്. ഈ ക്വസ്റ്റ്യൻസൊക്കെ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? കുറേ ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിൻ്റെ ഗുണം ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ എഴുതി വെച്ച് തന്നെ പഠിക്കുക, റിവിഷൻ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഒരു 2021 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. മലയാളത്തിൽ നിന്നുള്ള 10 മാർക്കിൽ ഒരു 9 മാർക്കെങ്കിലും നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. സമയം ഒട്ടും കളയാൻ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്